ഒരു ചെറിയ കാർ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ആണ് സിനാരിയോ. 34ാമത്തെ നബോഷ് IG1 ഓപ്പൺ ബുക്ക് എക്സാമിനേഷന്റെ സിനാരിയോ ആയിരുന്നത്. ഇതിന്റെ താഴെ വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് ടാസ്കുകളായിരുന്നു തന്നിരുന്നത്. ഇങ്ങനത്തെ വളരെ ഈസി സിനാരിയോ, വളരെ ഈസി ടാസ്ക് തരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം കാൻഡിഡേറ്റ്സ് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ എല്ലാവർക്കും ഈസി ആയിരിക്കും ഈ ക്വസ്റ്റ്യനും സിനാരിയോ. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ എഴുതും. നല്ല രീതിയിൽ എല്ലാവരും എഴുതുന്ന സമയത്ത് എക്സാമിനർ, പല കാൻഡിഡേറ്റ്സിനും ഇത് അറിയാത്ത കാര്യമാണ്, നബോഷിന്റെ ഒരു പോളിസി ഉണ്ട്. അതായത് എല്ലാ ബാച്ചിന്റെ ഇടയിലും സ്റ്റാൻഡർഡൈസ് ചെയ്യും. ഇപ്പൊ നല്ല ഈസി എക്സാം ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ബോണസ് മാർക്ക് നെഗറ്റീവ് ആക്കി കിട്ടും, അതായത് കുറച്ച് മാർക്ക് കുറക്കും. നല്ല ടഫ് എക്സാം ആണെങ്കിൽ എല്ലാവർക്കും കുറച്ച് ബോണസ് മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഈസി എക്സാം ആണെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം ഒരുപാട് പോയിന്റ്സുകൾ എഴുതിയിട്ട് എക്സാം കംപ്ലീറ്റ് ചെയ്യണം. അല്ലാത്ത പക്ഷം നിങ്ങൾ തോൽക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈവൻ നിങ്ങൾ കരുതും നിങ്ങൾ ഒരുപാട് പോയിന്റ് എഴുതിയിട്ടുണ്ട് എന്നുള്ളത്. ഞാനിവിടെ സിനാരിയോ എക്സ്പ്ലെയിൻ ചെയ്യാം വളരെ പെട്ടെന്ന്. AI ജനറേറ്റ് ചെയ്ത ചില ഇമേജസിലൂടെയാണ് ഞാനിവിടെ ശ്രമിക്കുന്നത്. ഒരു ഒരു ടെസ്റ്റാണ്. ഒരുപാട് അബദ്ധങ്ങളുണ്ട് ഇമേജസിൽ, എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ വീഡിയോ വളരെ ഷോർട്ടായിട്ടാണ് ഈ വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എന്നെ അറിയാത്തവരാണ് എന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് നസീഖ്, ഞാൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ട്രെയിനറാണ്. നിങ്ങൾ ഇന്ന് എക്സാം എഴുതുന്നവരാണ്, അല്ലെങ്കിൽ നാളെ എക്സാം എഴുതുന്നവരാണ്, അല്ലെങ്കിൽ എക്സാം ഫ്യൂച്ചറിൽ എഴുതുന്നവരാണ് നബോഷ് IGCയുടെ എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ലേണിംഗ് ക്ലബ്ബിൽ ജോയിൻ ചെയ്താൽ ഒരുപാട് ഇൻഫർമേഷൻ, ഒരുപാട് റിസോഴ്സ് നിങ്ങൾക്ക് കിട്ടും. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള റിസോഴ്സസുകളാണ്. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്കത്, ഈവൻ നിങ്ങളിപ്പോൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ലേണിംഗ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ എൻ്റെ ഇവിടെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴെ, നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനി നിങ്ങൾ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസുകൾ എനിക്ക് നൽകാൻ പറ്റും. ഐ ആം പ്രിറ്റി ഷുവർ. പ്രത്യേകിച്ച് ഈ എക്സാമിൻ്റെ കേസിൽ 100% ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നിങ്ങൾ എഴുതുന്ന എക്സാമിന് അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു 90% ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ സ്കെൽട്ടൺ ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ, സിനാരിയോ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സിനാരിയോ ആൻസർ സ്കെൽട്ടണിലേക്ക് എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആൻസർ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും കാർ മാനുഫാക്ചറിംഗ് പ്ലാന്റിനെ കുറിച്ച് പറയാം. കാർ മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ 150 വർക്കേഴ്സ് ഉണ്ട്, ചില ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്, വർക്ക്ഷോപ്പ് ഉണ്ട്, അതുപോലെ പ്രൊഡക്ഷൻ ലൈൻ ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടുത്തെ പ്രൊഡക്ഷൻ ലൈനിൽ റോബോട്ടിക് ആം റീസെന്റ് ആയിട്ട് റിന്യൂ ചെയ്തതാണ്. അവിടെ കുറച്ചുകൂടി വൈഡർ ഏരിയ കവർ ചെയ്യുന്ന റോബോട്ടിക് ആമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും വാർണിംഗ് സൈൻസ് ഉണ്ട്, അതുപോലെ തന്നെ നോയ്സ് ഉണ്ട് വർക്ക് ഈ ഏരിയയിൽ. അതുകൊണ്ട് തന്നെ ഹിയറിംഗ് പ്രൊട്ടക്ഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇമേജസ് ഒന്നും ആക്യുറേറ്റ് അല്ല. ഞാൻ പറഞ്ഞു AI ജനറേറ്റ് ആയതുകൊണ്ട് ഒരുപാട് അബദ്ധങ്ങളുണ്ട്, എന്നാലും ഈസി ആയിട്ട് ഒരു കാര്യം കൺവേ ചെയ്യാൻ പറ്റുമെന്നതുകൊണ്ടാണ് ഞാൻ ഈ ഇമേജസ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇവിടുത്തെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സൂപ്പർവൈസറാണ്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സൂപ്പർവൈസർ ആയിട്ടുള്ള നിങ്ങൾ ആക്ച്വലി പ്രൊഡക്ഷൻ ലൈനിൻ്റെയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൻ്റെയും ആണ് നിങ്ങൾ ഡ്യൂട്ടി ഉള്ളത്. പക്ഷേ വർക്ക്ഷോപ്പിൻ്റെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സൂപ്പർവൈസർ ലീവ് ആയത് കാരണം അതുകൂടെ നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങളിവിടെ ഹെവി വർക്ക് ലോഡ് നിങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് മറ്റൊരു കാര്യം പറയുന്നത് മെഷീനറി വർക്ക്ഷോപ്പിൻ്റെ കേസാണ്. മെഷീനറി വർക്ക്ഷോപ്പിൽ നിങ്ങൾ ഈ കാണുന്ന പോലെ ഡെസിഗ്നേറ്റഡ് വാക്ക്വേ ഉണ്ട്. ഈ ഡെസിഗ്നേറ്റഡ് വാക്ക്വേ ഉണ്ട്, അതുപോലെ തന്നെ ഈ മെറ്റൽ ചിപ്സ് ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് ന്യൂമാറ്റിക് വാക്വം സിസ്റ്റം ഉണ്ട്. ഈ ന്യൂമാറ്റിക് പ്രഷർ സിസ്റ്റം, എക്സ്ട്രാക്ഷൻ സിസ്റ്റം ഡാമേജ് ആയത് കാരണം നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും ഒരുപാട് സ്വാർഫ് ഉണ്ട്. മെറ്റൽ ചിപ്സ് ഒക്കെ എന്തായിട്ട് വക്വേയിലേക്കൊക്കെ വീണിട്ടുണ്ട്. അതിലൂടെ ആളുകൾ പോകുമ്പോൾ അത് ബ്ലോക്ക് ആവുന്നുണ്ട്. ഒരു വർക്കർ ട്രോളിയുമായിട്ട് നീങ്ങുന്നു. ഈ ട്രോളി എന്ത് ചെയ്യുന്നു, ഈ സ്വാർഫ് ഒഴിവാക്കി പോകുന്ന നേരത്ത് ഇയാൾ നിയർ മിസ് ഉണ്ടാവുന്നു, വീഴാനായിട്ട് പോകുന്നു. ഇതൊരു ആർഗ്യുമെന്റിലേക്ക് വഴി ഒരുക്കുന്നുണ്ട്. ഓക്കെ, ഇത് അടുത്തൊരു ഇമേജാണ്, ഒരു വളരെ അബദ്ധ ഇമേജ്. ഓക്കെ, ദെൻ ഈ നിയർ മിസ് ഉണ്ടായ സമയത്ത് ട്രോളി മൂവ് ചെയ്യുന്ന സമയത്ത് വർക്കേഴ്സിൽ നിന്ന് ആർഗ്യൂ ചെയ്യുന്നു. ഈ ആർഗ്യൂ ചെയ്യുന്നതാണ് നിങ്ങൾ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സൂപ്പർവൈസർ കാണുന്നത്. അപ്പോൾ ഇവർ എന്താ കേസ് എന്ന് ചോദിക്കുമ്പോൾ ഇവർ നിങ്ങളോട്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സൂപ്പർവൈസറായി നിങ്ങളോട് വർക്കേഴ്സ് പറയുന്നു, ആക്ച്വലി ഇവിടെ മെഷീൻ ഈ എക്സ്ട്രാക്ഷൻ സിസ്റ്റം കേടായിട്ട് മെറ്റൽ ചിപ്സ് ഒന്നും സക്ക് ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരുപാട് വേസ്റ്റ് ഇങ്ങനെ കുന്നുകൂടുന്നുണ്ട്. സാധാരണ ഞങ്ങൾ 2 hours കൂടുന്ന സമയത്ത് ഇത് ഒഴിവാക്കിയായിരുന്നു. പക്ഷേ വർക്ക്ഷോപ്പ് മാനേജർ പറഞ്ഞ് അങ്ങനെ പുറത്തേക്ക് പോകേണ്ട, കാര്യം അത് ടൈം ലോസ് ഉണ്ടാക്കുന്നുണ്ട് അവിടെ വർക്ക് ഫോഴ്സ്, അവിടെ കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ആ മെഷീൻ്റെ അടുത്ത് നിന്ന് മാറുന്ന സമയത്ത്. അതുകൊണ്ട് 2 ദിവസത്തിൽ ഒരിക്കൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഇത് റിമൂവ് ചെയ്താൽ മതി എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ അതൊരു കറക്റ്റായ രീതിയല്ല, ഒരു നല്ല ഒരു സേഫ്റ്റി ലീഡർഷിപ്പ് അല്ല ഇവിടുത്തെ വർക്ക്ഷോപ്പ് മാനേജർ കാണിക്കുന്നത്. ഒരു നെഗറ്റീവ് സൈഡാണ്, ഒരു മോഡലായിട്ടല്ല ഇവിടെ ആക്ട് ചെയ്യുന്നത്.
എന്നിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. വർക്കേഴ്സിന്റെ നിയർ മിസ് റിപ്പോർട്ട് ചെയ്യാൻ ഭയങ്കര മടിയുണ്ട്. കാര്യം അവർ പേടിക്കാണ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമെന്ന്. കാരണം അവിടെ വർക്ക് പ്ലേസിൽ ബ്ലെയിം കൾച്ചർ ഉണ്ട്. അതുപോലെ തന്നെ വർക്കേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുന്നു നിയർ മിസ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യരുത് എന്നുള്ളത്. അതേപോലെ വർക്ക്ഷോപ്പ് മാനേജർ പറയുന്നുണ്ട് ഈ നിയർ മിസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കേസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാക്കും. മേക്കിംഗ് പ്രോബ്ലം ദാറ്റ് റിസ്ക് ഡിലേസ് ഇൻ വർക്ക് ഡിലേസ് കോസ്റ്റ് മണി. ഓക്കെ, അതായത് എന്തെങ്കിലും പ്രശ്നം ഇപ്പൊ നിയർ മിസ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഡിലേ വരും. ഡിലേ വന്നാൽ മണി ലോസ് ഉണ്ടാവും. അതാണ് ഈ വർക്ക്ഷോപ്പ് മാനേജറുടെ കൺസെപ്റ്റ്. അതല്ലാതെ അയാൾ ഒരിക്കലും ഇതിനൊക്കെ റിയാക്റ്റീവായിട്ട് മോണിറ്ററിങ് ചെയ്ത് റെക്കറൻസ് തടയാനുള്ള ആക്ഷൻസ് ഒന്നും എടുക്കുന്നില്ല. നിങ്ങൾ എന്തായാലും സേഫ്റ്റി സൂപ്പർവൈസർ ആയിട്ടുള്ള നിങ്ങൾ വർക്ക്ഷോപ്പ് മാനേജറോട് ഡിസ്കഷൻ നടത്തുന്നു. ഡിസ്കഷൻ ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ഇത് ജനറേറ്റ് ചെയ്ത് വന്നപ്പോൾ ഇവര് തല്ലുവിടുന്ന പോലെ ഉണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ സ്വാർഫ് ഈ എക്സ്ട്രാക്ഷൻ സിസ്റ്റം കേടുവന്നത് എന്ത് ചെയ്യണം, ലൈക്ക് അത് എന്താണ് മാറ്റാത്തത് എന്നുള്ളതൊക്കെ കുറിച്ച് നിങ്ങൾ ഡിസ്കഷൻ നടത്തുന്ന സമയത്ത് അയാളുടെ ഒരു റെസ്പോൺസ് ഇങ്ങനെയായിരുന്നു. വർക്ക്ഷോപ്പ് മാനേജറുടെ അതിനുള്ള മണിയില്ല ഇവിടെ എക്സ്ട്രാക്ഷൻ സിസ്റ്റം ഫിക്സ് ചെയ്യാനുള്ള. അതേപോലെ തന്നെ നോൺ എസെൻഷ്യൽ സ്പെൻഡിങ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പകരം അപ്കമിങ് കൺസ്ട്രക്ഷൻ വർക്ക് വരുന്നതിന് കൂടുതൽ ഫണ്ട് ആവശ്യമായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ സേഫ്റ്റിയേക്കാൾ അവർക്ക് ഇമ്പോർട്ടൻസ് എന്താണ്, ഈ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിലാണ്. എന്തായാലും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ ഒരു കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി നടക്കുന്നു. ആ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി നടക്കുന്നതുകൊണ്ട് ചില ആളുകൾക്കൊന്നും ഓഫീസിലേക്ക് വരാൻ പറ്റില്ല, വർക്ക് ഫ്രം ഹോം ചെയ്യേണ്ടതായിട്ട് വരും. മുമ്പ് കൊറോണ വന്ന സമയത്ത് വർക്ക് ഫ്രം ഹോം ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ വർക്ക് ഫ്രം ഹോമിന്റെ പോളിസി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ അതിന്റെ റിസ്ക് അസസ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. DSC ഡിസ്പ്ലേ സ്ക്രീൻ എക്യുപ്മെന്റ് ഉപയോഗിക്കുന്നതിന്റെ കാര്യങ്ങളെ കുറിച്ചും റിസ്ക് അസസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വർക്കേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കമ്മ്യൂണിക്കേഷൻ ഇപ്പോഴും അവർക്ക് അറിയുമോ എന്ന് നോക്കി, അതേപോലെ തന്നെ അതിനൊരു റിഫ്രഷ്മെന്റ് ട്രെയിനിങ് ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യനർ സ്പ്രെഡ് ചെയ്തു. വർക്കേഴ്സിന് എല്ലാവർക്കും വർക്ക് ഫ്രം ഹോമിന്റെ റിസ്കിനെ കുറിച്ച് അറിവുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിന്റെ റിസ്ക് അസസ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സൂപ്പർവൈസർ ആയിട്ടുള്ള നിങ്ങൾ ഈ ഇമേജസ് പോളിസി ഒക്കെ നോക്കിയിട്ട് നിങ്ങളത് മനസ്സിലാക്കുന്നു, ഡോക്യുമെന്റ് ചെക്ക് ചെയ്യുന്നു. ഈ ഇമേജ് വളരെ വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് ഒരു പരിധി വരെ. പക്ഷേ ഇവിടെ സൈഡിൽ ടേബിളിൽ ഒരാൾ ഇരിക്കുന്നുണ്ടല്ലേ, സോ അയാൾക്ക് 3 കാലം എന്തോ ഉണ്ട്. സോ അതിൻ്റെ കുട്ടിക്കാലത്താണ്. ഇനി മറ്റൊരു കാര്യം, ഒരു ജനറൽ മീറ്റിംഗുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ജനറൽ മീറ്റിംഗ് ടീം ലീഡർ റെഗുലർ ആയിട്ട് ട്വൈസ് വീക്ക്ലി മീറ്റിംഗുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. കാര്യം വർക്ക് റിലേറ്റഡ് ആയിട്ടും വർക്ക് റിലേറ്റഡ് അല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഇവരുടെ മെന്റൽ വെൽബീയിങ് ഉറപ്പുവരുത്താനായിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നത്. അത് വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. എന്തായാലും നിങ്ങൾ വർക്ക്ഷോപ്പ് മാനേജറോട് ഈ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിയുടെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ അവിടുത്തെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിയുടെ ഇൻഡക്ഷൻ ട്രെയിനിങ് പാക്ക് ഒക്കെ ചെക്ക് ചെയ്യുന്നു, അതിൻ്റെ ഡോക്യുമെന്റ് ഒക്കെ. അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാകുന്നു വളരെ അഡിക്വേറ്റ് ആയിട്ടുള്ള ഇൻഡക്ഷൻ ട്രെയിനിങ് ആണ് പറയുന്നത്. ആകെ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്ത് സൈൻ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയക്ക് പോകരുത് എന്നുള്ള. ഏതൊക്കെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയ എന്ന് പോലും പലപ്പോഴും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതൊന്നും ഇങ്ങനെ. അപ്പോൾ വർക്ക്ഷോപ്പ് മാനേജർ പറയുന്നത് അതിനുള്ള സമയമില്ല. വർക്ക്ഷോപ്പ് മാനേജറോ അല്ലെങ്കിൽ സൈറ്റ് മാനേജറോ വാട്ട് എവർ, ഐ ഡോണ്ട് റീകോൾ. അപ്പോൾ അതിനുള്ള സമയമൊന്നുമില്ല, അത് റിവ്യൂ ചെയ്യാനുള്ള സമയമൊന്നുമില്ല. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ റിവ്യൂ ചെയ്യുമെന്ന് പറയുന്നു. അതേസമയം ഈ നമ്മുടെ ഈ റോബോട്ടിക് ആമുള്ള സ്ഥലത്ത് ഒരു കൺസ്ട്രക്ഷൻ കോൺട്രാക്ടർ വരുന്നു. അയാൾക്ക് അവിടെ അതോറിറ്റി ഇല്ല അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാനായിട്ട്. പക്ഷേ അയാൾ എന്ത് ചെയ്യുന്നു, ഒരു മൊബൈലൊക്കെ എടുത്തിട്ട്, പുറത്ത് നല്ല മഴയുണ്ട്, അയാൾ വെറ്റായിട്ടാണ് ഉള്ളിലേക്ക് കിടക്കുന്നത്, നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന പോലെ. എന്നിട്ട് മൊബൈൽ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു. മൊബൈലും ഉണ്ട്, ഗോപ്രോയും ഉണ്ട് കേട്ടോ. ഇയാൾ ഒരു വലിയ വ്ളോഗറാണ്. അതേപോലെ വെറ്റ് ഫ്ലോർ ആവുന്നു, അങ്ങനെ ഫ്ലോർ സ്വാഭാവികമായിട്ടും. ഇത് കണ്ടു നിൽക്കുന്ന ഒരു യങ് ന്യൂ എംപ്ലോയി അയാളെ രക്ഷിക്കാനുള്ള ഒരു തത്രപാടിൽ അയാൾ ഓടിയിട്ട് അയാളുടെ അടുത്തേക്ക് വരുന്നു. അതേസമയം അവിടെ ഈ വെറ്റ് ജാക്കറ്റിൽ നിന്ന് വന്ന വെള്ളം സ്ലിപ്പ് ഹസാർഡ് ഉണ്ടാക്കി അയാൾ അവിടെ വീണ് അയാൾ ഈ സമയം ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സൂപ്പർവൈസർ ആയിട്ടുള്ള നിങ്ങളത് അറിയുന്നു. നിങ്ങൾ അറിയുന്ന സമയത്ത് നിങ്ങൾ ഈ പ്രൊഡക്ഷൻ ലൈനിലേക്ക് കടക്കുന്ന സമയത്ത് ഒരു സൈൻ ബോർഡ് കാണുന്നു ഈ ഡോറിന്റെ അവിടെ. ആ സൈൻ ബോർഡ് മറിഞ്ഞെടുക്കുക കേട്ടോ. ഇമേജിൽ നേരെയാണ് കിടക്കുന്നത്, പക്ഷെ അത് മറഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഉയർത്തി നോക്കുന്ന സമയത്താണ് ഓതറൈസ്ഡ് പേഴ്സൺ ഉള്ളി എന്നുള്ള ബോർഡ് കാണുന്നത്. അതിൻ്റെ അർത്ഥം ഈ കോൺട്രാക്ടർ കയറുന്ന സമയത്ത് ഈ ബോർഡ് അവിടെ ഉണ്ടായിരുന്നില്ല, അത് വീണിട്ടുണ്ടായിരുന്നു. കാരണം പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് നിങ്ങൾ കാണുന്ന പോലെ. അതുകൊണ്ട് മഴയത്ത് ഒലിച്ചു പോയത്. അയാൾ ട്രൈ ചെയ്യുന്നുണ്ട് വീണ്ടും അതിൻ്റെ മുകളിൽ വെക്കാനായിട്ട്, പക്ഷെ അത് വെക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അയാൾ തൽക്കാലം ഡോറിൽ ചാരി വെച്ചു. ഡോറിൽ ചാരി വെച്ചപ്പോൾ തന്നെ വേരൊക്കെ മുളച്ചിട്ടുണ്ട്. സോ നെവർ മൈൻഡ്. ദെൻ അപ്പോൾ നിങ്ങൾ ഉള്ളിലേക്ക് വന്ന സമയത്ത് നിങ്ങൾ കാണുന്നത് ഒരു ഫസ്റ്റ് എയ്ഡർ വന്നിട്ട് ഈ യങ് വർക്കർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയാണ്. ശേഷം അയാൾ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നുണ്ട്. ശേഷം ഈ ഫസ്റ്റ് എയ്ഡർ എന്ന് പറയുന്നുണ്ട് ഇയാളുടെ ബോൺ ബ്രേക്ക് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇതാണ് സിനാരി വളരെ പെട്ടെന്ന് എനിക്ക് പറയാനുള്ളത്. സോ
ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും അതിന് ആൻസേഴ്സ് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ എൻ്റെ നമ്പർ, വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ് ഫൈനാൻഷ്യൽ ഇമ്പാക്ട്സ് ഈ കമ്പനിക്ക്? ഇപ്പോൾ ഇതുപോലത്തെ ഒരു ആക്സിഡൻറ്റ്, ഈ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, ഇനി ഇതുപോലത്തെ വേറെ ആക്സിഡൻറ്റ് സംഭവിക്കാം. അപ്പോൾ ഫൈനാൻഷ്യൽ ഇമ്പാക്ട്സ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള ഒന്നാമത്തെ എലമെന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം, ഒന്നാമത്തെ എലമെന്റിൽ മൂന്നാമത്തെ ലേണിംഗ് ഒബ്ജക്റ്റീവ് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫൈനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. അതിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളത്. ഞാൻ അവിടെ വളരെ ഹിൻ്റാണ് തരുന്നത്. നിങ്ങൾ ആൻസർ എഴുതുന്നത് എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് എന്നുള്ളത് വീഡിയോ ഞാൻ ഒരുപാട് മുമ്പ് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് മന്തിലും അതിന് മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അതേ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാനത് ആ ഭാഗം ഒഴിവാക്കിയത്. നിങ്ങളത് കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണണം. ഇത് ഹിൻ്റ് മാത്രമാണ്. എങ്ങനെ ഡെവലപ്ഡ് ആൻസർ എഴുതണം, എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു എക്സാമിനർ എങ്ങനെയാണ് നിങ്ങൾക്ക് മാർക്ക് തരുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അതോടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആൻസർ ഹിൻ്റായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഇത്രയും കാര്യം നിങ്ങൾ ഉൾപ്പെടുത്തണം. 15 മാർക്കാണ് ചോദ്യം ചോദിച്ചത്, നിങ്ങളൊരു 20 പോയിന്റെങ്കിലും മിനിമം എഴുതാൻ ശ്രമിക്കണം. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ, പക്ഷെ അത് എഴുതുന്ന രീതിയുണ്ട്. ഇപ്പോൾ ഈ ടെക്നിക്കൽ ടേംസുകളൊക്കെ നിങ്ങൾ ആൻസർ പേപ്പറിൽ വരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത്. ഒന്നാമത് ഒരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റിനെ അത് കുറക്കും. അതേപോലെ തന്നെ ഇതേ സിമിലർ ആക്സിഡൻസ് വീണ്ടും സംഭവിക്കും. അതേപോലെ മോർ സീരിയസ് ആക്സിഡൻസ് സംഭവിക്കും. ചിലപ്പോൾ മരണങ്ങളൊക്കെ ഉണ്ടാകും. ഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ് ഉണ്ട്. പലപ്പോഴും ഇൻഡയറക്റ്റ് കോസ്റ്റ് ആയിരിക്കും ഒരുപാട് കൂടുതൽ ഉണ്ടായിരിക്കുന്നത്. ചിലതൊക്കെ ഇൻഷുർഡ് കോസ്റ്റ് ആണ്, പക്ഷെ കുറേ കാര്യങ്ങൾ അൺഇൻഷുർഡ് കോസ്റ്റുകളുണ്ട്, അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇഞ്ചുറി സംഭവിച്ചാൽ ഫസ്റ്റ് എയ്ഡ് കോസ്റ്റ് ഉണ്ടാവും, മെഡിക്കൽ എക്സ്പെൻസസ് വരും, ഹോസ്പിറ്റൽ വിസിറ്റ് ഉണ്ടാവും, സർജറി വേണ്ടി വരും, ചിലപ്പോൾ മെഡിക്കേഷൻ വേണ്ടി വരും, ചിലപ്പോൾ ഇത് കണ്ടു നിൽക്കുന്ന വർക്കേഴ്സിന് ട്രോമ ഉണ്ടാകും, അവർക്ക് കൗൺസിലിങ്ങിന് വേണ്ടി വരും, സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ ഹീൽ ചെയ്യാനായിട്ട് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും ആക്സിഡൻസിൽ. അതേപോലെ തന്നെ ലീഗൽ കോസ്റ്റുകൾ ഉണ്ടാവും, പ്രൊഹിബിഷൻ നോട്ടീസ് ഫേസ് ചെയ്യണം, ഇംപ്രൂവ്മെന്റ് നോട്ടീസ് ഫേസ് ചെയ്യണം, ലോയർ ഫീസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ കമ്പനി ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്താം, കമ്പനിക്ക് വലിയ ഫൈൻ അടക്കാം, അതേപോലെ കീ പേഴ്സൺ അല്ലെങ്കിൽ ഇംപേഴ്സണേഷൻ ഉണ്ടാകാം, ജയിലിൽ അടക്കാം. പ്രൊഡക്ടിവിറ്റി ലോസ് ഉണ്ടാകാം. അതേപോലെ തന്നെ മെഷീൻ ആൻഡ് മെറ്റീരിയൽ ഡാമേജ് സംഭവിക്കാം, റിപ്പയർ റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഉണ്ടാകും, റീട്രെയിനിങ് കൊടുക്കേണ്ടി വരും, ട്രെയിനിങ് എക്സ്പെൻസ് ഉണ്ടാവും, റിക്രൂട്ട്മെന്റ് നടത്തേണ്ടി വരും ഇപ്പോൾ അയാൾ ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ടൈം ലോസ് ഉണ്ടാവും, മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റുകൾ ഉണ്ടാവും, വർക്കേഴ്സിന്റെ മൊറാലിറ്റി കുറയും, പ്രൊഡക്ടിവിറ്റി കുറയും, അതേപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ദ വർക്ക് കുറയും, സ്റ്റാഫ് ടേൺ ഓവർ ഉണ്ടാകും, സിക്ക് പേ കൂടും, സിക്ക് പേ കൊടുക്കേണ്ടി വരും, എക്സ്ട്രാ വേജിങ് ഓവർ ടൈം കോമ്പൻസേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടി വരും. കമ്പനിയുടെ റെപ്യൂട്ടേഷൻ വളരെയധികം തകരും. റെപ്യൂട്ടേഷൻ തകരുന്നതോടുകൂടി എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും കമ്പനിയുടെ പ്രൊഡക്ഷൻ കുറയും. പ്രൊഡക്ഷൻ കുറയുമ്പോൾ ഫൈനാൻഷ്യൽ ലോസസുകൾ ഉണ്ടാകും. ഓക്കെ, ഇതാണ് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആൻസർ ഹിൻ്റായിട്ട് തരാൻ പറ്റുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങൾ എവിടെ നിന്ന് മുമ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നവരാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് റിസോഴ്സസുകൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. ബൈ, ടേക്ക് കെയർ, ഹാപ്പി ലേണിംഗ്.